ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജഅൽനാ നൗമകും സുബാത വജഅൽനൽ ലൈല ലിബാസ വജഅൽനൻ നഹാറ മആശ. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പല രക്ഷിതാക്കളുടെയും ആശങ്കയായിക്കൊണ്ട് ഒരു മധ്യവേനലവധിയിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുകയാണ് വിദ്യാലയങ്ങളും സ്കൂളുകളുമൊക്കെ. ഒരുപക്ഷെ അല്പം ശ്രദ്ധ വിട്ടുപോയാൽ വലിയ പ്രയാസങ്ങളിലേക്ക്, തിരുത്താനാവാത്ത പല ദുഃഖങ്ങളിലേക്കും മാറിപ്പോയേക്കാവുന്ന, കൃത്യമായൊരു പ്ലാനിങ്ങോടുകൂടി സംവിധാനിക്കാനും ശ്രദ്ധിക്കാനും സാധിച്ചിട്ടില്ലെങ്കിൽ അപകടകരമായ പല അവസ്ഥയിലേക്കും മക്കളും കുടുംബങ്ങളും എത്തിപ്പെടുന്ന ഒരു കാലഘട്ടമാണ് വേനലവധി എന്ന സമയം. കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ജീവിതത്തിലൊക്കെ ചരിത്രം പറയുന്നത് പോലെ ഒരു ബയോളജിക്കലി ഡിസോർഡർ അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൊടുക്കേണ്ട ശരീരത്തിന്റെ വിശ്രമം കൊടുക്കാതെ രാത്രികൾ പകലാക്കിയും പകലുകൾ രാത്രിയെപ്പോലെയാക്കിയും ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്നൊരു മനോഭാവത്തോടു കൂടിയാണ് പല കുടുംബങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ ചിലർ പകല് പണിയെടുക്കും, രാത്രി ഉറക്കമൊഴിഞ്ഞ് ആസ്വദിക്കാനിരിക്കും. മറ്റു ചിലരാവട്ടെ പകല് കിടന്നുറങ്ങും, രാത്രി റോട്ടിലേക്കിറങ്ങും, അങ്ങാടികളിലേക്കിറങ്ങും. മനുഷ്യന്റെ ജീവിതത്തിന് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറങ്ങേണ്ട സമയം ഉണർന്നിരുന്ന് ആഘോഷിച്ചും ഉണർന്നിരിക്കേണ്ട സമയം ഉറങ്ങി ആഘോഷിച്ചും പല കുടുംബത്തിലും നേരം വെളുക്കുന്നത് പോലും സൂര്യൻ ഉദിച്ച് 10 മണിക്ക് വരെ കടക്കപ്പായിൽ നിന്നും എഴുന്നേൽക്കുന്ന അവസ്ഥ പല കുടുംബത്തിലും ഇന്ന് സർവ്വസാധാരണയായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത ശൈലീ രോഗങ്ങൾ.
മുമ്പെങ്ങുമില്ലാത്ത നിലക്ക് സുക്കേടുകൾ വ്യാപിക്കുകയും മനുഷ്യന്റെ ആമാശയ ക്യാൻസറുകളും വൃക്കരോഗികളും കിഡ്നി രോഗികളും ഓരോ ദിവസം 3% ഓരോ നാട്ടിലും കൂടിക്കൊണ്ടിരിക്കുന്നു. ആ 3-ലെത്താൻ നമ്മളിൽ പലർക്കും അധിക കാലം വേണ്ട. ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ ഒരു വർഷത്തിന്റെ ഉള്ളിൽ തന്നെ ആ 3% കിഡ്നി പേഷ്യൻസിൽ നമ്മളിൽ പലരുമാകും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇനി ജീവിത ശൈലികൾ മാറുന്നതോടൊപ്പം സാമൂഹ്യ ബാധ്യതകളും സമൂഹത്തിന്റെ ഭദ്രതയും നഷ്ടപ്പെടാനും തുടങ്ങി. കുടുംബത്തിൽ സമാധാനമില്ല. പല ആളുകൾക്കും മക്കളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഭർത്താക്കന്മാരോട് ഭാര്യമാര് പറയുന്നു, പാർസൽ മതി, രാത്രി അവർക്ക് കഴിഞ്ഞതുകൊണ്ട് എനിക്ക് രാവിലെ കുറച്ച് കിടന്നുറങ്ങണം. ഇങ്ങനെയുള്ളൊരു ജീവിത ക്രമത്തിൽ പോലും വലിയ അബദ്ധങ്ങൾ സംഭവിക്കുകയും മനുഷ്യന്റെ വരവ് നോക്കാതെ ചെലവ് ധാരാളിത്തത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ അള്ള കാണിച്ചു തന്ന പ്രകൃതിയോട് ചേർന്ന് നിന്ന് ജീവിക്കേണ്ടതിന് പകരം ആ പ്രകൃതി ഒരിക്കലും അംഗീകരിക്കാത്തൊരു ജീവിത ശൈലിയാണ് ഇന്ന് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, വജഅൽനാ നൗമക്കും സുബാത, നിങ്ങളുടെ രാത്രി നിങ്ങൾക്കുള്ള വിശ്രമ സമയമാണ്. വലിയ അധ്വാനം കഴിഞ്ഞ് പകലിന്റെ വേനലിന്റെ ചൂടിലൊക്കെ നിങ്ങളെ ശരീരമൊന്ന് ആസ്വദിക്കാൻ, നിങ്ങളുടെ ശരീരമൊന്ന് ഭംഗിയാവാൻ വേണ്ടി റബ്ബ് നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന സമാധാനത്തിന്റെ വിശ്രമവേളയാണ് നിങ്ങൾക്ക് രാത്രി. സ്വാഭാവികമായും ചിലർ ചോദിക്കും, രാത്രി പണിയെടുക്കുന്നവരുണ്ടല്ലോ, നൈറ്റ് ഡ്യൂട്ടിക്ക് പോകേണ്ടവരുണ്ടല്ലോ. ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്. പകല് മുഴുവനും അധ്വാനിച്ച് തിരിച്ചു വരുന്നവരിൽ പലരും 1 മണി 2 മണി വരെ റോട്ടിന്റെ വക്കില വെറുതെ ആവശ്യമില്ലാതെ സമയം ചെലവഴിക്കുന്നവർ, ആഴ്ചയിൽ 6 ദിവസവും കുടുംബത്തോടൊപ്പം പുറത്തിറങ്ങുന്നവർ, വീട്ടിലെ ഭക്ഷണം മതിയാകാതെ വരുന്നവർ, ഭക്ഷണം വേണ്ടാത്തവർ, ഭക്ഷണം വെച്ചു കൊടുത്താലും കഴിക്കാൻ താല്പര്യമില്ലാത്ത മക്കളായി മാറുന്നവർ. അതുകൊണ്ട് റബ്ബ് ഓർമ്മപ്പെടുത്തി, വജഅൽനൽ ലൈല ലിബാസ, രാത്രി നിങ്ങൾക്കുള്ള വസ്ത്രമാ. എല്ലാ കാര്യത്തിൽ നിന്നും മാറി നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആസ്വദിപ്പിക്കേണ്ട സമയം എങ്ങനെ? റോട്ടിലിറങ്ങിയിട്ടല്ല. ദാമ്പത്യ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം ആ ഭംഗിയോടെ, കുടുംബത്തിൽ സമാധാനത്തോടെ. എന്നിട്ട് റബ്ബ് ഓർമ്മപ്പെടുത്തി, വജഅൽനൻ നഹാറ മആശ, പകല് നിങ്ങൾക്ക് മഈശത്തിന്റെ സമയമായി റബ്ബ് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ലോകത്തിന്റെ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, ഇന്ന ലിജസദിക അലൈക ഹക്കൻ, തീർച്ചയായും നിന്റെ ശരീരത്തോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വരാനിരിക്കുന്ന ഒരു അവധികാലം ശാരീരികവും മാനസികവുമായ ഒരു മാറ്റത്തിന് നമ്മളെ ഓരോരുത്തരുടെ കുടുംബത്തിലും കാരണമാക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് പലരും പറയുന്നത് പോലെ വേനലവധി എന്ന് പറഞ്ഞാൽ ഫ്രീ ടൈം ആക്കരുത്. അതിനർത്ഥം കുട്ടികളെ ഒന്നിനും വിടരുത്, മാനസിക സമ്മർദ്ദത്തിന്റെ മേലെ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകണം എന്നല്ല. വെറുതെ ആ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ വർക്കിംഗ് ഡേ അല്ലാത്ത ദിവസം നിങ്ങൾ ക്ഷണിച്ച പരിപാടിക്ക് മക്കളെ പറഞ്ഞയക്കും. പക്ഷേ വർക്കിംഗ് ഡേ അല്ലാത്ത സമയത്ത് വിളിച്ചാൽ പിന്നോൽക്ക് തിരക്ക് ഇട്ടിട്ട് സമയമില്ല. അവിടെയൊക്കെയാണ് കൃത്യമായൊരു പ്ലാനിങ്ങോടുകൂടി നമ്മളെ സമയത്തെയും നമ്മളുടെ മക്കളുടെ സമയത്തെയും കൃത്യമായിട്ടൊരു രീതിയിൽ കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതിനോരോ രക്ഷിതാക്കളും തമ്മിൽ ഇരിക്കണം. വേനലവധി വരുമ്പോഴേക്കും തലയിൽ കൈവച്ച് എന്താ പടച്ചോനെ ചെയ്യ, ബാപ്പാന്റെ വീട്ടിക്ക് ഒരു ദിവസം കൂടാൻ പോട്ടെ, ഉമ്മാന്റെ വീട്ടിക്ക് പോട്ടെ, അതല്ലെങ്കിൽ വിദ്യാഭ്യാസം മാത്രം ലക്ഷ്യം വെച്ച് കിട്ടാവുന്ന എല്ലാ സ്ഥാപനത്തിലും കൊണ്ടുവച്ചാക്കട്ടെ, ഒരു സ്വൈര്യം മക്കൾക്ക് കൊടുക്കാതിരിക്കട്ടെ എന്ന രീതിയിലല്ല, മറിച്ചൊരു രക്ഷിതാവ് എന്ന ബാധ്യതയോടുകൂടി കൃത്യമായൊരു പ്ലാനിങ്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇലാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗതി, സമയം അന്യായപ്പെടുത്തുക, നശിപ്പിച്ചു കളയുക എന്നുള്ളത് മരണത്തെക്കാൾ കഠിനമായൊരു സ്വഭാവക്കേടാണ്. നിങ്ങളെ സമയം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് മരണത്തെക്കാളും മോശമായൊരു പ്രവൃത്തിയാണ്. കാരണം ലിഅന്ന ഇലാഅത്തുൽ വഖ്തി, സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് തുഖത്തിഉക അനില്ലാഹി വദാറൽ ആഖിറ, അല്ലാഹുവായിട്ടുള്ള ബന്ധം പടച്ച മുറിച്ചു കളയുകയാണ്.
നിങ്ങളെ സമയം നിങ്ങൾ അന്യായപ്പെടുത്തുമ്പോ, ഒരു ഗുണമില്ലാത്ത കാര്യത്തിന് നിങ്ങൾ സമയം ചെലവഴിക്കുമ്പോ അനില്ല, അള്ളാഹു നിങ്ങളെ തൊട്ട് ബന്ധം മുറിച്ചു കളയും. ആഖിറത്തെ കുറിച്ചുള്ള ബോധവും നിങ്ങളെ മനസ്സിലില്ലാണ്ടാകും. ശരിയല്ലേ? ഒരു സമയം കൊല്ലുന്ന ഒരു പരിപാടിയിൽ ഏർപ്പെടുമ്പോ ആർക്കും അള്ളാഹിനെ കുറിച്ച് ബോധമില്ല, ആർക്കും മരിച്ചോണെന്നുള്ള ബോധമില്ല. ആ സമയം മാക്സിമം ഉപയോഗിച്ച് സ്വയം ആസ്വദിക്കുക എന്നൊരു മനോഭാവം മാത്രം. എന്നിട്ട് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, വൽ മൗതു, മരണം, യുഖത്തിഉക അനി ദുനിയ വ അഹ്ലിഹാ, മരണം നിങ്ങളെ ദുനിയാവിൽ നിന്നും അകറ്റുന്നേയുള്ളൂ. മരണം നിങ്ങളെ ദുനിയാവിന്റെ കുടുംബത്തിൽ നിന്നേ അകറ്റുന്നുള്ളൂ. പക്ഷെ സമയം നിങ്ങളെ അകറ്റുന്നത് അള്ളാന്റെ അരികിൽ നിന്നും ആഖിറത്തിൽ നിന്നുമാ. അതുകൊണ്ട് കൃത്യമായ ഒരു രീതി നമ്മളെ സമയത്തിൽ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഉറങ്ങുന്നത് മുതൽ ഉണരുന്നത് വരെ. ഇന്ന് ചില മക്കൾ ആദ്യമേ പറയും, സ്കൂൾ പൂട്ടിയതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കളിക്കുക. രാത്രി 1 മണിക്കും 2 മണിക്കും കടന്നുറങ്ങുന്ന മക്കൾ എഴുന്നേൽക്കുന്നത് പലപ്പോഴും നേരം വെളുത്തിട്ട് സുബഹിന്റെ സമയം ബാത്തിലായതിനു ശേഷം. വീട്ടിൽ മക്കളെ പറഞ്ഞേക്കാൻ സമയം ഇല്ലാത്തതിന്റെ പേരിൽ, സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് വാപ്പയുടെയും കുറച്ചും കൂടി ഉറക്കുകയും, ചിലർ TV കണ്ടുകൊണ്ടിരിക്കും, ചിലർ ഫോണുമ്മ കളിക്കും. അങ്ങനെ ഒരു കുടുംബത്തിൽ സമയത്തിന്റെ ഒരു കൃത്യതയില്ലാതെ എപ്പോഴോ എഴുന്നേൽക്കുന്നു, എപ്പോഴോ ഉറങ്ങുന്നു, ആർക്കോ വേണ്ടി എന്തോ തിന്നുന്നു, ചിലപ്പോ പ്രാതൽ കഴിക്കാതിരിക്കുന്നു, ചിലപ്പോ ഉച്ചഭക്ഷണത്തിന് ശേഷം എഴുന്നേൽക്കുന്നു എന്ന രീതി ഒഴിവാക്കി കൃത്യമായ ഒരു സമയത്തിന്റെ നിശ്ചയം ലോകത്തിന്റെ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി. ഇശാ നമസ്കാരത്തിന്റെ മുൻപുള്ള ഉറക്കവും ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള സംസാരവും അള്ളാഹു വെറുത്ത കാര്യങ്ങളാണ്. ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള സംസാരം അത് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ എങ്ങനത്തെ സംസാരം? ആവശ്യമില്ലാത്ത സംസാരങ്ങൾ. അങ്ങനെ ഒരു സംസാരം കുടുംബത്തിൽ ഇല്ലാത്ത നിലക്ക് സുബഹിക്ക് എഴുന്നേൽക്കണോ, കൃത്യമായി കടന്നുറങ്ങുന്ന ഒരു ശീലം ഉണ്ടാവണം. ആ ശീലം നമ്മളെ മക്കളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ആ സമയത്തിന്റെ കൃത്യതയുണ്ടെങ്കിൽ ഇശാ നമസ്കാരത്തിന് ശേഷം പിതാവിന്റെ മാതാവിന്റെ കൂടെ ആ കുടുംബത്തിൽ ഭംഗിയായി ഉറക്കിലേക്ക് എത്തുന്ന മക്കൾ, 4:30 മണിക്ക് അലാറം വെച്ച് എഴുന്നേൽക്കുന്ന വാപ്പാന്റെ വിളിക്ക് എഴുന്നേൽക്കാൻ താല്പര്യപ്പെടുന്ന മക്കൾ ഉണ്ടാകണമെങ്കിൽ ഉറക്കം കൃത്യമാകണമെന്ന് ലോകത്തിന്റെ നിബിത്തങ്ങൾ തന്നെ പ്രവാചക ചരിത്രത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പിശാച് അവന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിന്റെ സമയത്താ. ആ സമയത്ത് എഴുന്നേൽക്കുന്ന പിശാചുക്കൾ എഴുന്നേൽക്കാനൊരുങ്ങുന്ന കുടുംബത്തിന്റെ അരികിലേക്ക് ചെല്ലും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ആ സമയത്ത് മനുഷ്യൻ സ്വാഭാവികമായും എഴുന്നേൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും. കാരണം റബ്ബ് ജന്മന അവന് കൊടുത്ത അവന്റെ വഹീന്റെ അതല്ലെങ്കിൽ കൊടുത്ത ഒരു കഴിവിന്റെ അടിസ്ഥാനത്തിൽ എന്റെ റബ്ബിനോട് എനിക്ക് എഴുന്നേറ്റ് ശുക്ർ ചെയ്യണം എന്ന ബോധത്തോടെ ആ സമയത്തേക്ക് എഴുന്നേൽക്കാൻ അവന്റെ മനസ്സ് പാകപ്പെടും. അതുകൊണ്ട് ചിലർ ആ സമയമാകുമ്പോൾ എഴുന്നേൽക്കുന്നത്, ചിലർ എന്തെങ്കിലും ഒരു ചെറിയ അടയാളം കിട്ടുമ്പോഴേക്കും ശബ്ദം ഉണ്ടാകുമ്പോഴേക്കും പെട്ടെന്ന് എഴുന്നേൽക്കുന്നത് അതുകൊണ്ടാ. പക്ഷെ ആ എഴുന്നേൽക്കുന്ന സമയത്ത് ഒന്ന് അലാറം നോക്കുമ്പോ, ഫോൺ നോക്കുമ്പോ ഇനിയും നേരം വെളുക്കാൻ മണിക്കൂറുകളുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു സമയം അള്ളാന്റെ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, പിശാച് അവന്റെ ചെവിയുടെ ഭാഗത്ത് ചെന്നിരിക്കും. എന്നിട്ട് അവന്റെ ചെവിയിലേക്ക് അവന് മന്ത്രിക്കും, ലൈലുൻ തൊവീലുൻ ഉർക്കുത്, നേരം വെളുക്കാൻ ഇനി എത്ര സമയമുണ്ട് എന്നറിയോ? ഇപ്പൊ 5 മണിയായിട്ടേ ഉള്ളൂ, ഒന്ന് നിസ്കരിച്ച് കിടന്നാ പിന്നെ ഉറക്കം കിട്ടൂല. നേരം വെളുക്കാൻ ഇനിയൊരു നേരം വെളുക്കണേ 6:15 1.25 മണിക്കൂർ ഇനിയും കിടക്കാൻ കിട്ടും, ഒരു 6 മണിക്ക് എഴുന്നേറ്റാ മതി എന്ന് ശൈത്താൻ പറയുന്ന രീതിയിൽ ലൈലുൻ തൊവീലുൻ ഉർക്കുത്, ലൈലുൻ തൊവീലുൻ ഉർക്കുത് എന്ന മനുഷ്യന്റെ ചെവിയിൽ പിശാച് മന്ത്രിച്ചു കൊണ്ടേയിരിക്കും. ആ മന്ത്രം ഏറ്റെടുത്തൊരു വ്യക്തിയാണെങ്കിൽ ഫഖദ് ഫസദ കുല്ലുഹു, ആ ദിവസം മുഴുവനും ശൈത്താൻ അവനെ കൊണ്ടുപോയിട്ടുണ്ടാകും. പിന്നെ അവന്റെ ഒരു ഇബാദത്തിലും ഭംഗി വരുത്താൻ പിശാച് അവനെ സഹായിക്കുകയില്ല. അതുകൊണ്ട് അവനവന്റെ കുടുംബത്തിൽ ഒരു കൃത്യമായ സമയരീതി ഓരോ രക്ഷിതാക്കളും പരസ്പരം അംഗീകാരത്തോടെ കുടുംബത്തിൽ നടപ്പിലാക്കണം. അതോടൊപ്പം പകലുകളെയും കൃത്യമായി ചിട്ടപ്പെടുത്താൻ സാധിക്കണം. ആരാധനകളിലുള്ള നിയന്ത്രണം, ആരാധനകളിലുള്ള കൃത്യനിഷ്ഠ. പല രക്ഷിതാക്കളും പറയാറുണ്ട്, സ്കൂൾ ഉണ്ടാകുന്നതാ നല്ലത്, കാരണം ഒന്നുമില്ലെങ്കിലും നേരം വെളുക്കുമ്പോ ഒന്ന് കുളിച്ചെന്നെങ്കിലും കിട്ടും. സ്കൂളുകൾ ഇല്ലാത്ത ദിവസങ്ങളിൽ വൈകുന്നേരം കുളിക്കാത്തവർ, ദിവസം കുളിക്കാത്തവർ, അവിടെയൊക്കെ നേരം വെളുക്കുമ്പം കുളിച്ചിട്ടില്ലെങ്കിലും
ആരാധനക്ക് മുൻപ് ആ കുളി എന്ന ഇസ്ലാമിക സുന്നത്ത്, അല്ലെങ്കിൽ മനുഷ്യന്റെ ഏറ്റവും ജീവിതത്തിലെ ഉന്മേഷം, അതിനുവേണ്ടി പാകപ്പെടുന്ന രീതിയിൽ നമസ്കാരത്തിന്റെ മുൻപ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം കുളിയും ആ ഭംഗിയിലും ജമാഅത്തിന്റെ ഗൗരവത്തോടുകൂടി പള്ളിയിലുണ്ടാവണം, അല്ലെങ്കിൽ ജമാഅത്തിലുണ്ടാവണം എന്ന ഒരു രീതിയിലേക്ക് പകലുകളെ ക്രമീകരിക്കാൻ സാധിക്കണം. ഇന്ന് പകലുകൾ പലപ്പോഴും മക്കൾ ഉപയോഗിക്കുന്നത് ഫോണിന്റെ ചാനലുകളിലാണ്, അതല്ലെങ്കിൽ യൂട്യൂബുകൾക്ക് മുൻപിലാണ്. മണിക്കൂറുകളോളം ഇൻസ്റ്റഗ്രാം കണ്ടും വേണ്ടാത്ത വീഡിയോസുകൾ കണ്ടും ആരോ പടച്ചുവിടുന്ന വൃത്തികേടുകൾ കണ്ടും നമ്മളെ മക്കളുടെ ഹൃദയത്തിലേക്ക് പല അബദ്ധങ്ങളും കയറി വരുമ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഒരു പരിധിവരെ അത് നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു കൊള്ളണമെന്നില്ല. ഫോൺ ഇല്ലാത്ത, യൂട്യൂബ് നോക്കാൻ പറ്റാത്തൊരു കാലമല്ല എന്ന് കരുതി മൂലയ്ക്ക് കൊടുത്താൽ പിന്നെ ഓനെ കൊണ്ടുള്ള ഇടങ്ങേറില്ല എന്ന് ചിന്തിക്കല്ലേ. അവന് നിർദ്ദേശങ്ങൾ കൊടുക്കണം, നല്ല കഥകൾ കാണണം. ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട നല്ല ചരിത്ര കഥകളും നല്ല ഡോക്യുമെന്റുകളും അതിലുണ്ട്. ആ കഥകൾ നിങ്ങൾ കേൾക്കണം. ആ കഥയെപ്പറ്റി വാപ്പ ചോദ്യം ചോദിക്കും, ഉമ്മ ചോദ്യം ചോദിക്കും, മക്കൾക്ക് സമ്മാനം കൊടുക്കണം. ഖുർആൻ പാരായണ രീതി അവർക്ക് അറിയിച്ചു കൊടുക്കണം. വ്യത്യസ്ത കാര്യങ്ങൾ ഓതുന്ന വ്യത്യസ്ത ഭംഗിയുള്ള ഖുർആനുകൾ, ചെറിയ സൂറത്തുകൾ കാണിച്ചു കൊടുത്തിട്ട് പറയണം, ആ സൂറത്ത് ആ കാരി ഓതുന്ന രീതിയിൽ നീയൊന്ന് പാരായണം ചെയ്തോക്ക്, 2 ദിവസം കൊണ്ട് അതെനിക്ക് പറ്റിയ എനിക്ക് ഇന്ന സമ്മാനം എന്നുള്ള നിലക്ക് അവരെ ഖുർആനിലേക്കും ദീനിലേക്കും നല്ല കഥകളിലേക്കും അവരുടെ ചിന്തകളെയും സമയത്തെയും ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അല്ലാതെ ഒരേതൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി, എന്തെങ്കിലും ഒരു സ്വൈര്യം കിട്ടിയാൽ മതി, എന്താണെച്ചാ കാണട്ടെ എന്ന് ചിന്തിച്ചാൽ അബദ്ധങ്ങളിലേക്കാണ് പല കുടുംബത്തിലെ കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം എന്ത് നേരമില്ലെങ്കിലും ഈ 2 മാസത്തിന്റെ ഇടയ്ക്ക് കുടുംബ ബന്ധത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ മക്കളെയും കൂട്ടി ഇറങ്ങാനും സാധിക്കണം. മക്കളെയും കൂട്ടി പാർക്കുകളിലേക്കും വിനോദയാത്രകൾക്കും മാത്രമല്ല, കുടുംബക്കാരെ വീട്ടിൽ ചെല്ലാൻ, ആ കുടുംബക്കാരോട് സംസാരിക്കാൻ. ഇതൊക്കെ വാപ്പ കുടുംബത്തിലും ഇതൊക്കെ ഉമ്മ കുടുംബത്തിലും പെട്ടവരാണ് എന്ന ബോധത്തിലേക്ക് എത്തിക്കാൻ ദിവസമില്ലെങ്കിലും മാസത്തിൽ 1-2 തവണയെങ്കിലും കുടുംബ സന്ദർശനത്തിലേക്ക് നമുക്കവരെ കൈപിടിക്കാൻ സാധിക്കണം. വ്യത്യസ്ത കുടുംബങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോ ഗൗരവത്തോടെ ചിന്തിക്കുകയും ചെയ്യണം. ഇപ്പം പല നാടുകളിലും പാർക്കുന്നത് പോലെ കുടുംബക്കാരെ വീട്ടിലേക്ക് പാർക്കാൻ വിടുമ്പോ ഒരൽപ്പം ഗൗരവം കാണിക്കേണ്ടതുണ്ട്. കാരണം നമ്മളെ മക്കള് നമ്മൾക്കാ മക്കൾ, അവര് നശിച്ചാലും വേദനിച്ചാലും നമ്മൾക്കാ സങ്കടം. മറ്റുള്ളവർക്കൊരു പക്ഷേ അവരൊരു കളിപ്പാട്ടമോ ഒരു പരീക്ഷണ വസ്തുവോ മറ്റേതെങ്കിലും രീതിയോ ആണെങ്കിൽ സൂക്ഷ്മത കുറവുള്ള സ്ഥലങ്ങളിലേക്ക് പാർക്കാൻ പോലും ചെറിയ പ്രായത്തിലുള്ള മക്കളെ പോലും വിട്ടേക്കരുതേ എന്ന് ആധുനിക ലോകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എവിടെങ്കിലും പോട്ടെ, അവനാന്റെ പുരയിൽ കുറച്ച് സ്വൈര്യം കിട്ടിയാ മതി എന്ന് ചിന്തിക്കുന്നൊരു മനോഭാവമാകരുത്. ഇനി ഏതെങ്കിലും മക്കൾ അങ്ങനെ പാർക്കാൻ വരുന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളെ പോലെ ആ കുടുംബത്തെയും പരിഗണിക്കണം എന്ന് ലോകത്തിന്റെ നബി തങ്ങൾ പഠിപ്പിച്ചു. 2 ആൺകുട്ടികൾ തമ്മിൽ ഒരു വിരിപ്പിന്റെ അടിയിൽ കടക്കാൻ പാടില്ല. പ്രായമെത്തിയ 2 പെൺകുട്ടികൾ ഒരു വിരിപ്പിന്റെ അടിയിൽ കടക്കാൻ പാടില്ല. അന്യാണും പെണ്ണും ഒരു റൂമിൽ അടച്ചിട്ട് കടന്നുറങ്ങാൻ പാടില്ല. പഠിക്കാനുള്ള പേര് പറയട്ടെ, കാണുന്ന മൊബൈലിൽ 2 ആളും അരികിലേക്ക് ചാരിയിരുന്ന് കാണുന്നത് ഏത് കസിൻസ് ആണെങ്കിലും ശരി, ഇസ്ലാം അതിന് നിയന്ത്രണം വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കളെ, അത് കുടുംബം കരയാതിരിക്കാനാ, കണ്ണീര് കുടിക്കാതിരിക്കാനാ, കാലങ്ങളോളം മക്കളെ മനസ്സിൽ വേദനയുടെ വിത്തുകൾ പാകപ്പെടാതിരിക്കാനാ. അല്ലാതെ ആങ്ങളന്റെ മോന് ഹറാമായതുകൊണ്ടും തങ്ങളന്റെ മക്കളൊക്കെ ഹറാമായതുകൊണ്ടും തൊടാൻ പാടില്ല എന്നത് മാത്രമല്ല, കാലങ്ങളായി മക്കളെ മനസ്സിൽ അരക്ഷിതാവസ്ഥകളിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ കൂടി ആ കാര്യം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇസ്ലാമിക ചരിത്രത്തിലെ ഉലമാക്കൾ രേഖപ്പെടുത്തി, ആൺമക്കളും പെൺമക്കളും കുടുംബത്തെയും സഹായിക്കട്ടെ, മാതാപിതാക്കളെ സഹായിക്കട്ടെ, ഉമ്മയെ സഹായിക്കട്ടെ. ഇന്ന് പല കുടുംബ പ്രശ്നങ്ങളിലും ആരോപിക്കപ്പെടുന്ന ഒരു വിഷയം, ആ ഭർത്താവിനും കുടുംബത്തിനും ഭക്ഷണം ഉണ്ടാക്കാൻ പോലും അറിയാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മളെ മക്കൾ മാറിക്കൊണ്ടിരിക്കുകയാ. വീട്ടിൽ പണിക്കാരി വന്നിട്ടില്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കഴിച്ചാൽ മതിയെന്നും അല്ലെങ്കിൽ പുറത്തുനിന്ന് പാർസൽ കൊണ്ടുവന്നാൽ മതിയെന്നും എന്ന് ചിന്തിക്കുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോ സ്വന്തം വീട്ടിൽ 4 മുളകും 2 ചെറിയുള്ളിയും അല്പം ഉപ്പും കുറച്ച് തേങ്ങയും വെച്ച് ഒരു ചെറിയ ചട്ടിനി അരയ്ക്കാൻ പോലും അറിയില്ലെങ്കിൽ
അപകടത്തിലേക്ക് ആ കുടുംബങ്ങളെ പോക്ക്. അതിനർത്ഥം പെൺമക്കളെയൊക്കെ വളർത്തുന്നത് അടുക്കളപ്പണി മാത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നല്ല. ആൺമക്കളാവട്ടെ പെൺമക്കളാവട്ടെ, നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചപ്പോ പറഞ്ഞല്ലോ, എന്റെ നബി തങ്ങള് നല്ലൊരു അടുക്കളക്കാരനായിരുന്നു, നല്ലൊരു ഭർത്താവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കുടുംബത്തിൽ നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന, നല്ല രീതിയിൽ കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു മാനസികാവസ്ഥ. അൽ അബവാനി അവലുൽ മദ്രസ, മാതാപിതാക്കളെ ഒന്നാമത്തെ മദ്രസ. അത് കഴിഞ്ഞിട്ട് നിങ്ങള് നാട്ടിലെ മദ്രസ അന്വേഷിച്ചാൽ മതി എന്ന ലോകത്തിന്റെ നിബിത്തങ്ങളുടെ ചരിത്രം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം പുറത്തേക്ക് വിടുമ്പോ ഇന്ന് ജീവിത ശൈലികളൊക്കെ മാറുന്നതിന്റെ കണ്ണീര നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. പലരും പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാ, വീട്ടിലിരിക്കാൻ പലർക്കും മടിയാ. കുടുംബത്തിന്റെ കൂടെ സമയം ചെലവാക്കാൻ ആണുങ്ങൾക്കല്ല പലപ്പോഴും ഇപ്പം മടി. ഞാൻ കുറ്റപ്പെടുത്തല്ല, സ്ത്രീകൾക്കും മടിയാ വീട്ടിലിരിക്കുക. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും പുറത്തു പോകണം, ഇതെങ്ങനെ ഇരിക്കാൻ പറ്റൂല എന്ന ചിന്ത വന്നതോടുകൂടി മക്കൾക്കും പുറത്തേക്കിറങ്ങാൻ താല്പര്യമായി. അതും പുറത്തിറങ്ങുന്നത് രാത്രി സമയങ്ങളിൽ. ചില ആളുകൾ, ചില മക്കൾ രക്ഷിതാക്കളോട് പറയും, ഞങ്ങൾക്കൊരു വെറൈറ്റി ഫുഡ് വന്നു, കഴിക്കാൻ പോണം. ആരാ കൂടുള്ളത്? കസിൻസാ. ആരാ കൂടുള്ളത്? ഫ്രണ്ട്സാ. എവിടത്തെ ഫ്രണ്ട്സാ? കൂടെ പഠിച്ച ഫ്രണ്ട്സാ. അതിലാകാ പെൺമക്കളുള്ളത്? ഞാനും 2 പെൺകുട്ടികളുണ്ട്. അത് മാത്രമായിരിക്കൂല, വേറെ 4 ആൺകുട്ടികളും കൂടിയിട്ടുണ്ടാകും. അപകടത്തിലേക്ക് പോകുന്ന പല വാതിലുകളും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തന്നെ തുറന്നു കൊടുക്കാറുണ്ട്. പുതിയ പുതിയ ഭക്ഷണങ്ങൾ ഇൻസ്റ്റഗ്രാമുകാരൻ വിശദീകരിക്കുമ്പോ അതിന്റെ റീൽസുകൾ കാണിച്ചു കൊടുത്ത്, ഇതൊന്ന് തിന്നാൻ പോണമ്മ, ഇതൊന്ന് കഴിക്കാൻ പോണം, നിങ്ങളില്ലെങ്കിലും സമ്മതവും പൈസയും തന്നാ മതി, ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോ കൂടെ പോകുന്ന കൂട്ടുകാരെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാകണം രക്ഷിതാക്കളെ. കാരണം കയറി വന്ന പല കൂട്ടുകാരും ആണ് മാത്രല്ല പെണ്ണും കുടുംബം നശിപ്പിച്ചിട്ടുണ്ട്. പല പെൺമക്കളെ ജീവിതം നശിപ്പിച്ചതിന്റെ മുഖ്യഭാഗത്തും പെൺമക്കളായ കൂട്ടുകാരികളുണ്ട്. പല ആൺമക്കളുടെ ജീവിതം നശിപ്പിച്ചിടത്തും പെൺമക്കളായ കൂട്ടുകാരികളുണ്ട്. ആൺമക്കളെ നശിപ്പിച്ചിടത്ത് ആൺമക്കളായ കൂട്ടുകാരുണ്ട്. അതുകൊണ്ട് ആ പരലോകത്തൊരു രംഗത്തെ പറ്റി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതും വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി, അക്രമികൾ സ്വന്തം കൈകളിന്റെ വിരലുകൾ കടിക്കുന്ന ഒരു ദിനത്തിൽ യഖൂലു, അവർ പറയും, യാ ലൈതനി ഇത്തഖത്തു മഅർ റസൂലി സബീല, എന്റെ പ്രവാചകന്റെ മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എനിക്കെത്ര നന്നായിരുന്നു. യാ വൈലതാ, എന്റെ നാശമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഈ കൂട്ടുകാരനെ ഞാൻ സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ എന്ന് വിരല് കടിച്ച് കണ്ണീരോടെ പറയുന്ന ഒരവസ്ഥ മക്കൾക്കും കുടുംബത്തിനും വരാതിരിക്കണമെങ്കിൽ നമ്മളെ മക്കളെ രാത്രിയൊന്നും അതുക്കും പുറത്തേക്ക് വിടാത്തൊരു രീതി, ഇതൊന്നും പ്രാകൃതല്ല മനുഷ്യരെ. ഇന്ന് ഇതൊക്കെ പ്രാകൃതമൊന്നും ശരീരം മറയ്ക്കലൊക്കെ മദ്രസ പട്ടന്മാരൊന്നും വ്യാഖ്യാനിച്ചവര് വരെ ശരീരം മറച്ച് പുറത്തിറങ്ങണമെന്ന് ഭരണകൂടം പറയുന്നുണ്ടെങ്കിൽ കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ ഉമ്മത്തിനെ പൊതുസമൂഹത്തിന് മുൻപിൽ അഴിഞ്ഞാടാനും തുണിയൊടുക്കാതിറങ്ങാനും രാത്രി പകലാക്കാനും കൽപ്പന കൊടുത്തവര് പോലും ഇന്ന് മനുഷ്യന്റെ സംസ്കാരം കുടുംബത്തിലാണെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾ മറ്റൊരാൾക്ക് ആസ്വദിക്കാനുള്ള വകയാവരുത്. നമ്മളെ മക്കൾ മറ്റൊരു കുടുംബത്തിന്റെ കണ്ണീരാവരുത്. നമ്മളെ മക്കൾ ഒരിക്കലും നമ്മളെ വലിയ സങ്കടമായി മാറാൻ പാടില്ല. അതിനെന്തു വേണം? ദീനീ ചിട്ടകളുള്ള ക്ലാസുകളിലേക്ക് നമ്മൾ അവരുടെ സാന്നിധ്യം അറിയിക്കണം. മോറൽ ക്ലാസുകൾ പല പള്ളികളിലും നടക്കുന്നുണ്ട്, പല ഭാഗത്തും നടക്കുന്നുണ്ട്. എന്ത് തിരക്കുണ്ടെങ്കിലും മോറൽ ക്ലാസുകൾ അല്ലെങ്കിൽ ദീനീ സദസ്സുകൾ നമ്മൾ അവരിലേക്ക് ചേർത്ത് പിടിച്ചു കൊടുക്കണം. ദീനിന്റെ പാഠങ്ങൾ മനസ്സിലേക്ക് വരുന്നവരിൽ പലരും ഇന്ന് പടച്ചോന്റെ ദീനിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മായാലോകത്തിന്റെ വിസ്മയ ലോകത്ത് നിന്ന് അതല്ല ജീവിതം എന്നറിഞ്ഞ് നന്മയിലേക്ക് പരക്കം പാഞ്ഞ് മക്കൾ വരുമ്പോ സ്വന്തം കുടുംബത്തിനൊരു സപ്പോർട്ട് മക്കൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ മക്കൾ നാളെ നിങ്ങളെ അള്ളാന്റെ മുൻപിൽ കുറ്റപ്പെടുത്തി പറയും, നാദാ, ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അബദ്ധം എന്താണെന്നറിയോ? ഈ വാപ്പന്റെ ഇമ്മന്റെയും മക്കളായി ജനിക്കേണ്ടി വന്നതാന്നാ. പൊന്നുപോലെ വളർത്തിയിട്ടും സമ്പാദിച്ചു കൊടുത്തിട്ടും അത്രയേറെ ത്യാഗം ചെയ്തു നോക്കിയിട്ടും സ്വന്തം മക്കളത് നമ്മളെ നേരെ പറയുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ആലോചിക്കണം. ആ ആലോചനയാണ് വരാനിരിക്കുന്ന ദിവസങ്ങളെ എങ്ങനെ ചിട്ടപ്പെടുത്തണം എന്ന് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും ഈ വേനലവധിക്ക് മുൻപൊന്ന് കൂടിയിരിക്കണം. മക്കളെ കൂട്ടിയിരുത്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഒരിക്കലും കണ്ണുനീരിലേക്ക് പോകാത്ത നിലക്ക് സ്വന്തം കുടുംബത്തെ സംവിധാനിക്കാൻ സാധിക്കണം. ആ നിലക്ക്
വരാനിരിക്കുന്ന അവധിയെയും കുടുംബത്തെയും നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു വലിയ നിയമസഭാ ഇലക്ഷൻ നമ്മളെ കൺമുൻപിലെത്തി നിൽക്കുകയാണ്. പരസ്പരം പോരടിച്ചും വിജയിക്കാൻ പല തന്ത്രങ്ങൾ മെനഞ്ഞും വാവിട്ട വാക്കും കൈവിട്ട പ്രവൃത്തിയുമായി രാഷ്ട്രീയ അടിമകൾ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും രാഷ്ട്രീയം സേവനമാണെങ്കിൽ ചില രാജ്യങ്ങളിലും ചില സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയം അധികാരക്കൊതിയും കള്ളപ്പണത്തിനും മാത്രമാണ് എന്ന് ചിന്തിക്കപ്പെടുന്നൊരവസ്ഥയാണ്. സ്ഥാനത്തിനു വേണ്ടി അഹങ്കരിക്കുകയും സ്ഥാനത്തിനു വേണ്ടി കുതന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്ന ചില ആളുകളുടെ വാക്കും പ്രവൃത്തിയും കാണുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അടുത്ത ഖലീഫ ആര് എന്ന് ചോദിച്ച സമയത്ത് സഹാബത്തിന്റെ ഇടയിൽ നിന്നും സിദ്ദീഖുൽ അക്ബർ പതുക്കെ മാറാൻ തുടങ്ങി. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, അബൂബക്കർ താങ്കളായിരിക്കണം ഇനി മുസ്ലിം സമൂഹത്തിന്റെ നേതാവ്. കേട്ട സെക്കൻഡ് മുതൽ കണ്ണുനീരോടുകൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുകയായിരുന്നെന്നും സദസ്സിൽ നിന്നും ഒരു പെണ്ണ് കണ്ണീരോടെ പറഞ്ഞു, ഇന്ന് വരെ എന്റെ ആടിനെ കറന്ന് തന്നത് അബൂബക്കറാണ്, അദ്ദേഹം ഖലീഫയായാൽ ഇനി എന്റെ ആടിനെ ആര് കറക്കും എന്ന് കണ്ണീരോടെ ചോദിച്ചപ്പോ, ഉമ്മ ഖലീഫയായി എന്നതിന്റെ പേരിൽ എന്റെ അന്നം നിങ്ങൾ മുട്ടിക്കരുത്, എന്റെ ഭക്ഷണം പലപ്പോഴും നിങ്ങൾ തരുന്ന ആടിനെ കറന്ന പാലാണ് ഉമ്മ, ഇനിയും എന്റെ ആയുസ് തീരുന്നത് വരെ ആരോഗ്യമുള്ളിടത്തോളം ഞാനതിനെ കറന്നു തരും എന്ന് പഠിപ്പിച്ചൊരു ചരിത്രം. ഇസ്ലാമിക ചരിത്രത്തിൽ ഉമറിനെ നേതാക്കാവാൻ ഒരുന്ന സമയത്തും ഒരു പിടി മണൽ വാരിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഈ മണൽ പച്ചക്ക് തിന്നണം നിങ്ങൾ എന്നോട് കൽപ്പിച്ചാൽ ഉമർ അത് ചെയ്യും. പക്ഷെ മക്കയുടെയും മദീനയുടെയും നേതാവാകണം, ഖലീഫയാണെന്ന് പറഞ്ഞാൽ ഉമറിനെ കിട്ടൂല എന്ന് നെഞ്ചുപൊട്ടി കരയുന്നുണ്ടെങ്കിൽ ഇന്ന് അത്രയൊന്നുമില്ലെങ്കിലും അവനവന്റെ അധികാര സ്ഥാനങ്ങളൊക്കെ പരലോകത്തൊരു നിന്ദതയാകാതെ നോക്കാൻ, അത് അധികാര സ്ഥാനങ്ങൾ മാത്രമല്ല, ആ അധികാരത്തിന് വേണ്ടി പണിയെടുക്കുന്നവര് അത് ഈ സമൂഹത്തിന്റെ താഴെക്കടയിലുള്ളവരാണെങ്കിലും ശരി, വാക്കുകൊണ്ടും പേരുമാറ്റം കൊണ്ടും എഴുത്തുകൊണ്ടും നേതാക്കന്മാർക്ക് വേണ്ടി നരകം വില കൊടുത്തു വാങ്ങുന്ന ആളുകളാകാൻ പാടില്ല. ഇന്ന് വാർത്തറന്നാൽ വർഗീയത മാത്രം സംസാരിക്കുന്നവരുണ്ട്, പെണ്ണു വിഷയത്തിലൂടെ മാത്രം രാഷ്ട്രീയം ഓടിച്ചുകൊണ്ടിരിക്കുന്നവർ. ഏതെങ്കിലും ഒരു നേതാവിനെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ഇകഴ്ത്തി കാണിക്കണമെങ്കിൽ അതിൽ പെണ്ണ് വേണം, വ്യഭിചാരം വേണം, വേലിചാട്ടം വേണം, അവിഹിതം വേണം എന്ന് ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെ ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ്, ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ അപമാനമാണ്. വികസനങ്ങളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും സംസാരിക്കേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള വർഗീയതയിലൂടെയും വിഭാഗീയതയിലൂടെയും മാത്രം സംസാരിക്കേണ്ടി വരുന്നത് ഇന്ന് താൽക്കാലിക ആശ്വാസം നമുക്ക് തരുമെങ്കിലും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും, എനിക്ക് ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നൊന്നുമില്ല, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു ഭാഗത്ത് RS ചിന്താഗതികളും അതല്ലെങ്കിൽ ഫാസിസവും മനുഷ്യനെ തമ്മിലകറ്റിക്കൊണ്ടിരിക്കുമ്പോ വെറും അധികാരത്തിനു വേണ്ടി മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ അതിനേക്കാളും വലിയ തന്ത്രം മെനയുന്ന വാക്കുകളും പേനയുണ്ടുന്നവരും നേതൃത്വം പോലും സ്ഥാനമാനങ്ങൾ ഉള്ളവർ പോലും ആ വാക്കുകൾ ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ അക്ഷരം, ഒരൊറ്റ ചരിത്രം, ഒരറിവുമില്ലാത്ത വിഷയത്തിൽ ഒരക്ഷരം നിങ്ങൾ മിണ്ടാൻ നിൽക്കരുത്. കാരണം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിങ്ങളത് കേട്ടതും സംസാരിച്ചതും അതൊക്കെ പടച്ചോന്റെ അടുത്ത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ്. മരിച്ചു മണ്ണിന്റെ അടിയിലേക്ക് പോയാലും തിരുത്താനാവാത്ത കുറ്റമാ വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും എഴുത്തുകൊണ്ടും ലോകത്ത് നമ്മൾ പടർത്തിയ ഫിത്തിന. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുമ്പോ
അവനാന്റത് നഷ്ടപ്പെടാതെ നോക്കണം. നേടിയെടുത്ത അമലുകളും ഒരു മാസം കൊണ്ട് നേടിയെടുത്ത തഖ്വയും അത് വളരെ കുറവാണ് നിങ്ങളെയൊക്കെ ജീവിതത്തിൽ. നമ്മൾ അത്രയൊന്നും ചെയ്തിട്ടില്ല, ഉറപ്പാ. ആ ചെയ്ത കുറച്ച് എന്തിനാ മനുഷ്യരെ മറ്റുള്ളവർക്ക് കൊണ്ടുകൊടുക്കുന്നത്? എന്തിനാ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നത്? എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും അറിയാതെ എവിടെയോ കിടക്കുന്ന മനുഷ്യന്മാർക്ക് കൊണ്ടുകൊടുക്കുന്നത്? ജയിക്കാനും ജയിപ്പിക്കാനും വേണ്ടി എന്തും പറഞ്ഞും പറയിപ്പിച്ചും ആളുകൾ മത്സരിച്ചോടുമ്പോ ഈ സെക്കൻഡ് പടച്ചോന്റെ വിളി വന്നാൽ മണ്ണിന്റെ അടിയിലേക്ക് എന്താണുള്ളതെന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു വിശ്വാസിയുടെ സമ്പാദ്യം. ആ സമ്പാദ്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാ ചിന്തിക്കേണ്ടത്. അല്ലാതെ വാക്കുകൾ കൊണ്ടും എഴുത്തുകൊണ്ടും ഇന്ന് ഈ കാണുന്ന കലുഷിതമായ നെറികെട്ട രാഷ്ട്രീയ രീതി അതൊരു നല്ല ശീലമല്ല, അതൊരു നല്ല കീഴ്വഴക്കമല്ല, അതൊരു നല്ല സംസ്ഥാനത്തിന്റെ സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് നല്ലതല്ല എന്ന് പറയുന്നവരും എഴുതുന്നവരും പിന്താങ്ങുന്നവരും പണിയെടുക്കുന്നവരും ഒന്നാലോചിക്കുന്നത് നല്ലതായിരിക്കും. ആ അർത്ഥത്തിൽ എന്റെ വാക്കെടുക്കാവൂ. എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു വിഭാഗവുമില്ല. അതെന്റെ പേഴ്സണൽ ആയിട്ടുള്ളത് ഞാൻ ഇന്ന് വരെ ഒരാളോടും പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇത് നമ്മളെ സമൂഹത്തിന്റെ ഭദ്രത ഇല്ലാണ്ടാക്കാൻ കാരണമാകരുത് എന്നൊരു സ്നേഹബുദ്ധിയാലോട് മോഡി മാത്രം സൂചിപ്പിച്ചത്. വാക്കുകൾ പറയുമ്പോഴും എഴുതുമ്പോഴും അതേത് താഴെക്കടയിലുള്ളവരാണെങ്കിലും ഒന്ന് ചിന്തിക്കണം എന്നോർമ്മപ്പെടുത്തുന്നത് ഒരു ദാഇ എന്ന ഒരു മനസ്സോട് മാത്രമാണ്. അള്ളാഹു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കുറ്റങ്ങൾ ശേഖരിക്കാത്ത മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് കുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് റബ്ബേ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. നാഥ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. നാഥ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബെ ഞങ്ങളെ കൂട്ടത്തിൽ. എല്ലാം എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് നൽകിയവരുണ്ട്. രോഗം കൊണ്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന ആളുകൾ, സ്വദേശത്തും വിദേശത്തും പ്രയാസപ്പെട്ട് ജീവിക്കുന്നവർ, റബ്ബെ ഏറ്റവും എളുപ്പം ആ സുഖങ്ങളെല്ലാം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നാദാ, പ്രവാസ ലോകം രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിച്ച് പല പ്രയാസങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാദാ, ഞങ്ങളെ പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങൾക്ക് സമാധാനവും സംരക്ഷണവും നൽകുകയും അവരുടെ സാമ്പത്തിക രംഗത്ത് നിന്റെ എല്ലാ സംരക്ഷണം കൊടുത്ത് അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ. ലോകത്തിന്റെ നാനാഭാഗത്ത് പരീക്ഷിക്കപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾ ഗസയിലടക്കം നാഥ ആത്യന്തികമായ സന്തോഷം നൽകി ഓരോ ജനതയോടും നീ കാരുണ്യം കാണിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.